ഇന്ന് പഠിക്കാം നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ച് ഓണം എക്സാം ഇതാ നമ്മളുടെ തൊട്ടരികെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കുള്ള സംശയം, ഇനി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഇനി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമോ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, അവസാനം വരെ വീഡിയോ നിർബന്ധമായും കണ്ടോ. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ പഠിക്കുന്നതിന് പകരം ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ചോദ്യങ്ങളിലേക്കാണ്, ക്വസ്റ്റ്യനുകളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ പഠിക്കേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓരോ ചാപ്റ്ററുകൾ ഡീറ്റെയിൽഡ് ആയി ഇങ്ങനെ പഠിച്ചു പോകുന്നതോറും സമയം അവസാനിക്കും. പിന്നെ നിങ്ങൾക്ക് ആകെ പാനിക് ആവും, ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം കിട്ടൂല, പഠിച്ചതൊക്കെ മറന്നുപോകും. സോ ഇനി നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ, അതിന് പുറമെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതിന് പുറമെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായി ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എവിടെ ഈ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും, എവിടെ നിന്നാണ് ഞങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻ കിട്ടുന്നത്, പെട്ടെന്നൊന്ന് ക്വിക്ക് റിവിഷൻ നടത്താൻ ഞങ്ങൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നമ്മളൊരു ബാച്ച് കൊണ്ടുവരികയാണ്. ആ ബാച്ചിൻ്റെ പേരാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, നിർബന്ധമായും കേട്ടോ. നിങ്ങൾക്ക് ഈ ഓണം എക്സാം മുതൽ ആനുവൽ എക്സാം വരെ, ഓണം എക്സാമിന് വേണ്ടി മാത്രമല്ല, ആനുവൽ എക്സാം വരെ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാനുള്ള ഒരു ടോട്ടൽ പാക്കേജ് ആയിരിക്കും ഈ ബാച്ച്. വർത്ത് ഫോർ മണി. എന്തുകൊണ്ടാ ശ്രദ്ധിച്ചോ. ഇപ്പം ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കാറിയോ. ഒന്ന്, എല്ലാ ചാപ്റ്ററേയും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലില്ലേ, ഈ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യത ഉള്ളതെന്നുള്ളത് ഓൾറെഡി അവിടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണൽ പ്രോബ്ലംസ്, ഓരോ ചാപ്റ്ററിൽ നിന്നും എക്സ്ട്രാ നിങ്ങൾ പഠിച്ചതിന് പുറമെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓണം ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ലൈവുകൾ ഓൾറെഡി നടന്നതിൻ്റെ സ്ട്രീംഡ് ലൈവ് ക്ലാസ്സുകൾ, അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇതെല്ലാം ഓണം എക്സാമിൻ്റെ ഫീച്ചർ അല്ലേ, ഓണം എക്സാം കഴിഞ്ഞിട്ട് ഇനി ഇതിലെന്തെങ്കിലും ഉണ്ടോ, ഓണം എക്സാം കഴിഞ്ഞിട്ടാണ് അതിനേക്കാൾ വലിയ ഫീച്ചറുകൾ കാത്തിരിക്കുന്നത്. കാരണം ഓണം എക്സാം നമ്മളുടെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളത്. നമ്മളുടെ 7ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം വരെ മാർച്ചിലായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമോ, നമ്മളുടെ സിലബസ് ഡിസംബർ 31 മുമ്പ് തന്നെ കവർ ചെയ്യും. അതെന്തിനാ സാറേ ഡിസംബർ 31 കവർ ചെയ്യുന്നത്, പിന്നെ ബാക്കി ദിവസം ഞങ്ങൾ വെറുതെ ഇരിക്കാനാണോ? അല്ല, പകരം ബാക്കി കുട്ടികളൊക്കെയും പഠിച്ചു തുടങ്ങുന്ന സമയം ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് നമ്മളവിടെ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുകയായിരിക്കും. ഇൻ ജനുവരി ആൻഡ് ഫെബ്രുവരി നമ്മൾ പഠിച്ചത് മറന്നു പോകാറില്ലേ, എക്സാമിന് ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് പഠിച്ചതൊക്കെ ആവിയായി പോകുന്ന പ്രശ്നമല്ലേ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പാഠം തീർത്തിട്ട് ബാക്കി കുട്ടികൾ പഠിച്ചു തുടങ്ങുമ്പോഴേക്ക് നമ്മളവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. അത് മാത്രമാണോ? അല്ല, പലപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റെക്കായി പോകുന്ന ഒരു വലിയ റീസൺ എന്താ, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ആപ്പിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്, ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് പഠിക്കേണ്ടത് എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളോട് ആപ്പ് പറഞ്ഞു തരും. ഡേ 1 നിങ്ങൾ ഇത് പഠിച്ചോ, ഡേ 2 നിങ്ങൾ ഇത് പഠിച്ചോ, ഡേ 3 ഇത് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ടൈം ടേബിൾ നമ്മളുടെ ആപ്പ് തന്നെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതുപോലെ സബ്ജക്റ്റ് വൈസ് വാട്സപ്പ് ക്ലബ്ബുകൾ, എല്ലാവർക്കും ഒരേ സബ്ജക്റ്റ് ആയിരിക്കും ടഫായി ഉണ്ടാവുക. ബേസിക് സയൻസ് ടഫായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് മാത്സ് ആയിരിക്കും ടഫ്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലബ്ബ് ഉണ്ടാക്കും, മാത്സിൻ്റെ ക്ലബ്ബ്, അതുപോലെ തന്നെ ബേസിക് സയൻസിൻ്റെ ക്ലബ്ബ് എന്നിങ്ങനെ ക്ലബ്ബുകൾ ഉണ്ടാക്കും. ആ ക്ലബ്ബുകളിലൂടെ നിങ്ങൾ ബേസിക്കായി പഠിക്കേണ്ട കാര്യങ്ങൾ, ലെങ്ത് കൂടിയ ഒരുപാട് ചോദ്യങ്ങൾ, അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ്, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, ഇൻഫർമേഷനുകൾ ഒക്കെയും നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലബ്ബിലൂടെ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു ചാപ്റ്റർ പഠിച്ചു പോകുന്നതോട് കൂടിയിട്ട് അതിൻ്റെ സബ് ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ആ കുട്ടി എന്ത് ചെയ്യും, അൺലിമിറ്റഡ് ആയിട്ട് ആ കുട്ടി ക്വസ്റ്റ്യൻസ് ചെയ്യും. ആൻഡ് എഡ്യൂപോർട്ടിൻ്റെ എടുത്തു പറയേണ്ട ഏറ്റവും കിടിലൻ ഫീച്ചർ പേഴ്സണൽ മെൻറ്ററാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ, നിങ്ങൾ പഠിക്കുന്നില്ലേ, ക്ലാസ് കാണുന്നില്ലേ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ പിറകെ കൂടി പറഞ്ഞു തരാൻ ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. ബാക്കി മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത എഡ്യൂപോർട്ട് അത്രയും ഗ്യാരണ്ടിയോട് കൂടി പറയുന്ന കാര്യമായിരിക്കും എഡ്യൂപോർട്ടിൻ്റെ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളെ കൂടെ പഠിക്കുന്നവരോ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ എഡ്യൂപോർട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കുക എഡ്യൂപോർട്ടിൻ്റെ മെൻറ്ററെ കുറിച്ച്. നമ്മൾ വെറുതെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല, അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താണ് അതിൻ്റെ ഒരു ക്വാളിറ്റി, എന്താണ് അതുകൊണ്ട് അവർക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കിടിലൻ മെൻറ്റർഷിപ്പ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ്
അതോടൊപ്പം തന്നെ ഡൗട്ടുകൾ ഉണ്ടായാൽ ഡയറക്റ്റ് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്. നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരില്ലേ, ആ പഠിപ്പിക്കുന്ന ടീച്ചർമാർ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഡൗട്ട് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ ഓരോ ഡൗട്ടുകളും നമ്മൾ വാട്സപ്പിലൂടെ തന്നെ ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയിട്ട് പിന്നീട് നമുക്ക് എന്തുണ്ടായിരിക്കും, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേണ്ട ഓരോ ചാപ്റ്ററുകളും റെക്കോർഡഡ് ആയിട്ടും ലൈവായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന് പുറമെ തന്നെ 3 sets ഓഫ് നോട്ട്സ് ആൻഡ് എക്സാംസ്. നമ്മൾ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലേണിംഗ് ത്രൂ ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടാവും, അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ മോഡൽ എക്സാം തുടങ്ങിയിട്ടുള്ള 3 സെറ്റ് ഓഫ് എക്സാമുകളിലൂടെ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചെടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നൽകുന്ന ഈ ഒരു ബാച്ചിൻ്റെ ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് 3499 ആയിരുന്നു. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറോട് കൂടി വെറും 2499 എന്ന് പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിച്ചോ, നമ്മളുടെ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത മക്കളുണ്ടായിരുന്നല്ലോ, അവർക്കും ഈ ഫീച്ചർ എല്ലാം ആഡ് ഓൺ ആയിട്ട് ലഭിക്കും. നമുക്ക് ഒരൊറ്റ പ്ലാനേ ഉള്ളൂ, എജുപോർട്ടിന് ഒരൊറ്റ സെറ്റ് ഓഫ് സ്റ്റുഡൻസേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓൾറെഡി ഉള്ള കുട്ടികൾക്ക് വേറെ പ്ലാൻ, ഇവർക്ക് വേറെ പ്ലാൻ, അല്ലെങ്കിൽ കൂടുതൽ പൈസ അടക്കുന്നവർക്ക് വേറെ നോട്ടുകൾ അല്ലെങ്കിൽ വേറെ ക്ലാസ്സുകൾ, അങ്ങനത്തെ ഒരു സംഭവമില്ല. നമ്മൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരേ ഫീച്ചേഴ്സ് ആയിരിക്കും, ഒരേ ക്വാളിറ്റി ക്ലാസ്സസ് ആയിരിക്കും, ഒരേ സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ ഈ 2499 എന്ന് പറയുന്ന പ്രൈസിൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. വേഗം തന്നെ ജോയിൻ ചെയ്തോ, കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ. ഇനിയിപ്പോൾ പെട്ടെന്ന് പൈസ അടക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടോ. ഈ ഒരു ചാൻസ് ഒരു കാരണവശാലും മിസ്സാക്കണ്ട.